بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കൽപ്പന ഉൾക്കൊള്ളുന്ന ആയത്താണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ചത്. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അതിൻ്റെ പൂർത്തീകരണമാണ് ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് അടുത്ത ആയത്തിൽ 22ാമത്തെ ആയത്തിൽ ഉള്ളത്. അതിൻ്റെ ബാക്കിയാണത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ. കണ്ടില്ലേ? ആ അല്ലദിയുടെ തുടർച്ചയാണ് രണ്ടാമതുള്ള ആയത്തിലുള്ള അല്ലദി. എന്താണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ചവനാണ്. ഇനി അതിന്റെ തുടർച്ചയാണ്. അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, അതോടൊപ്പം അല്ലദീ ജഅല ലക്കും അൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا. അതിന്റെ തുടർച്ചയാണത് അല്ലേ? ആയത്തുകൾ ഇപ്പോൾ ശ്രദ്ധിക്കണത്. ചിലപ്പോൾ മുൻപുള്ള ഒരു ആയത്തിന്റെ തുടർച്ചയായിരിക്കും അടുത്തുള്ള ആയത്ത്. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ തുടർച്ചയാണ് അർറഹ്മാനി റഹീമി മാലിക്കി യൗമിദ്ദീൻ. മാലിക്കു എന്നല്ല, റഹ്മാനു എന്നല്ല, റഹ്മാന് റഹീമു എന്നല്ല. എന്തുകൊണ്ടാണ് ഈ റഹ്മാനി എന്ന് കെസർ വരാൻ കാരണം? അൽഹംദുലില്ലാഹി കണ്ടില്ലേ? അള്ളാഹു എന്നുള്ള കെസർ വന്നിട്ടില്ലേ? അതിന്റെ തുടർച്ചയാണ് ബാക്കിയൊക്കെ. അള്ളാഹുവിന് സർവസ്തുതിയും, റഹ്മാനിന് സർവസ്തുതിയും, റബ്ബുൽ ആലമീന് സർവസ്തുതിയും, റഹീമിന് സർവസ്തുതിയും, മാലിക് യൗമിദ്ദീന് സർവസ്തുതിയും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അടുത്ത ആയത്തുകളിലൊക്കെ ഉള്ളത് ഈ അൽഹംദുലില്ലാഹ് എന്നതിന്റെ തുടർച്ചയാണ്. അതുപോലെയാണ് ഇവിടെയുള്ളത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ആ റബ്ബ് ആരാണ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ പഠിച്ചവനാണ്. കഴിഞ്ഞോ? ഇല്ല. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ളവരെ പഠിച്ചവനാണ്. കഴിഞ്ഞോ? ഇല്ല. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. അതുപോലെ അല്ലദീ, ഞാൻ ആയത്തല്ല ഇനി പറയുന്നത്, അറബി ഭാഷാപരമായി പറയാൻ. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. അതുപോലെ തന്നെ അല്ലദീ ജഅല ലക്കും അസ്സമാഅ ബിനാഅൻ. അതുപോലെ അല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ. അതായത് ഈ റബ്ബ്, നിങ്ങൾ ആരാധിക്കേണ്ട റബ്ബ് ആരാണ്? ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തവനാണ്. അതാണ് ഇനിയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താ പറഞ്ഞത് അവിടെ? അല്ലദീ, നിങ്ങളുടെ റബ്ബ് അവൻ, അല്ലദീ അവൻ ഒരുവനാണ്. എങ്ങനെയുള്ളവനാണ് അവൻ? ജഅല, അവനാക്കി തന്നിരിക്കുന്നു. അല്ലദീ ജഅല ലക്കും, വെറുതെ ആക്കുകയാണോ ചെയ്തത്? അല്ല. ഒരു കാര്യവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ ആക്കിയതാണോ? അല്ല. അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ആക്കിയിരിക്കുന്നത്. ഭൂമി, ആകാശം, ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ച നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലദീ ജഅല ലക്കും, നിങ്ങളാണ് ഉദ്ദേശം. നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. ഇതുപോലെ തന്നെ സൂറത്തുൽ ബഖറ അടുത്ത പേജിലെ അവസാനത്തെ ആയത്തിലെ എന്താ ഉള്ളത്? ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. സൂറത്തുൽ ബഖറയിലെ അടുത്ത പേജിലെ അവസാനത്തെ ആയത്തിന്റെ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം പടച്ചത്. അപ്പൊ ഇത് ഇൻആമിന്റെ പ്രയോഗമാണ്. അതായത് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഔദാര്യം എടുത്തു പറയുന്ന പ്രയോഗമാണ്, അനുഗ്രഹം എടുത്തു പറയുന്ന പ്രയോഗമാണ്. അതല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലദീ ജഅലൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാൻ. അവിടെ പ്രത്യേകിച്ച് അർത്ഥത്തിൽ എന്ത് വ്യത്യാസമേ ഉള്ളൂ? അവൻ ഭൂമിയെ ഫിറാശാക്കിയിരിക്കുന്നു, ആകാശത്തെ മേൽക്കൂരയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ മാത്രമല്ല പറഞ്ഞത്. അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഭൂമിയെ, അല്ലദീ ജഅല ലക്കുമുൽ അർദ, ഭൂമി അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു.
ഫിറാഷൻ. അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഫിറാഷൻ, ഫിറാഷ് ആ വിരിപ്പാക്കിയിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വിരിപ്പിൽ എത്ര സുഖത്തിലാണോ ഒരു മനുഷ്യൻ കിടക്കുന്നത്, അവൻ ഉറങ്ങുന്നത്, അതുപോലെയാണ് ഒരാൾ ഭൂമിയിൽ ജീവിക്കുന്നത്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഭൂമി അത് ഒരു വിരിപ്പിൽ ഒരാൾ ഇങ്ങനെ കിടക്കുന്നത് എത്ര സമാധാനത്തിലാണ്, സുഖത്തിലാണ്. ഭൂമിക്ക് മുകളിലുള്ള ഒരാളുടെ ജീവിതവും ഇതുപോലെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥ ഒരു കുറച്ച് നിമിഷത്തേക്ക് മാറിപ്പോയാൽ മതി. ഭൂമി കുലുങ്ങുന്നത് പൊതുവെ എത്ര സമയത്തേക്കാ? ഒരു മണിക്കൂർ കുലുങ്ങാറുണ്ടോ? ഇല്ല. അരമണിക്കൂറുണ്ടോ? ഇല്ല. മണിക്കൂർ കുലുങ്ങാറുണ്ടോ? ഇല്ല. മിക്കവാറും ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകാറുള്ളത് 1 മിനിറ്റ് അല്ലെങ്കിൽ അരമിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകളാണ്. എന്താ മനുഷ്യന്റെ അവസ്ഥ? ഉണ്ടാക്കിയതെല്ലാം തകർന്നു വീഴുന്നു. നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരാൾക്ക്? വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല. അയാള് കുലുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴാം. നടക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഭൂമി ഈ രൂപത്തിൽ ഫിറാഷൻ എന്ന് പറഞ്ഞത് ഇതാണ് അതിന്റെ ഉദ്ദേശം. അള്ളാഹു സുഖകരമാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഭൂമിക്ക് മുകളിലുള്ള നൃത്തം. അല്ലെ, മനുഷ്യന്റെ അവസ്ഥ ഇതിന് മുകളിൽ ഒന്നും പടുക്കാൻ പറ്റില്ല, ഇത് ആടി ഒളിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നെങ്കിൽ. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷൻ വസ്സമാഅ ബിനാഅൻ. അല്ല, വാവ് എന്തിനാണ്? ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. അതായത് അല്ലദീ ജഅല ലക്കും അസ്സമാഅ ബിനാഅൻ. പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഈ പറയുന്നത് ചേർന്ന് വരവ് ഉണ്ടാവുന്നത് എന്ന്. അതോടൊപ്പം അള്ളാഹു നിങ്ങൾക്ക് എന്തുകൂടി ചെയ്തു തന്നിൽ നിങ്ങൾക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു വസ്സമാഅ, ആകാശത്തെ, ബിനാഅൻ, മേൽക്കൂരയാക്കിയിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് ആകാശത്തെ ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. മേൽക്കൂര ആക്കുക മാത്രമല്ല, ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആകാശത്തെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. കേവലം ഒരു മേൽക്കൂരയല്ല, മറിച്ച് ഭംഗിയുള്ള മേൽക്കൂരയാണ്. അത് വേറെ ആയത്തുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലെ? വസയ്യന സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ. ആകാശത്തെ അള്ളാഹു ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. വസ്സമാഅ ബിനാ എന്ന് പറഞ്ഞാൽ മേൽക്കൂര, സഖഫ്, ഒരു അള്ളാഹു പടുത്തിരിക്കുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ആകാശം അത് ചിലർ പറയുന്നത് പോലെ കേവലം അന്തരീക്ഷമല്ല, മറിച്ച് അതിന് കൃത്യമായ പടുപ്പുണ്ട്, അതിന് കൃത്യമായ സൃഷ്ടിപ്പുണ്ട്, അതിന് മേൽക്കൂര പോലെയുള്ള പടപ്പുണ്ട്. അതിന്റെ അറ്റം എവിടെയാണോ അള്ളാഹു ആലം, നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തെ പടുത്തിരിക്കുന്നു. അല്ലാതെ ഇത് അന്തരീക്ഷമല്ല. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ചില ആളുകൾ പറഞ്ഞിരുന്നു 7 ആകാശം എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലുള്ള സ്പേസ് വരെയുള്ള 7 ഘട്ടങ്ങളാണ്, വായുവിന്റെ 7 ഘട്ടങ്ങൾ. അല്ല, അത് തെറ്റാണ്. മറിച്ച് ആകാശം എന്നത് അള്ളാഹു ബിനാഅൻ, ഒരു മേൽക്കൂരയായി പടച്ചിരിക്കുന്നു. ഇപ്പൊ മേൽക്കൂര എന്തിനു വേണ്ടിയാണ്? ഉപദ്രവകരമായ കാര്യങ്ങൾ മേലേക്ക് പതിക്കാതിരിക്കാൻ, അങ്ങനെ പലതിനുമാണ് മേൽക്കൂര ഉള്ളത്. അതാണ് അതിന്റെ ഉദ്ദേശം. വഅൻസല മിനസ് സമാഇ മാഅൻ. അതുപോലെ അള്ളാഹു എങ്ങനെയുള്ളവനാണ്? നിങ്ങളുടെ റബ്ബ് അല്ലദീ, അവൻ അല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ. അവിടെ ജഅലന്റെ ബാക്കിയല്ല, അത് ശ്രദ്ധിക്കുക നിങ്ങൾ. അവിടെ ജഅലന്റെ ബാക്കിയല്ല. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വജഅല അസ്സമാഅ ബിനാഅൻ. ഖലാസ്, അവിടെ കഴിഞ്ഞു. ഇനി ഏതിന്റെ ബാക്കിയാണ് വഅൻസല എന്നുള്ളത്? അല്ലദീന്റെ ബാക്കിയാണ്. അല്ലദീ അൻസല. കണ്ടില്ലേ? മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, അല്ലദീ ജഅല ലക്കും അസ്സമാഅ ബിനാഅൻ, അല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ. ഇങ്ങനെ മാറ്റങ്ങൾ വാചക ഘടനയിൽ കൊണ്ടുവരുന്നത് ഖുർആൻ കേൾക്കുന്നവരുടെ മനസ്സിന്റെ ഉന്മേഷം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഭാഷയിലെ ഭംഗിയുള്ള പ്രയോഗത്തിൽപ്പെട്ടതാണ്. ഒരേ പ്രയോഗം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും? മടുപ്പുണ്ടാക്കും. അതിനുവേണ്ടിയാണ് ഖുർആനിൽ പലയിടത്തും എന്ത് ചെയ്യുന്നത്? പ്രയോഗങ്ങൾ മാറ്റിമറിക്കുന്നത്. ഇവിടെ വന്നതുപോലെ വഅൻസല മിനസ് സമാഇ മാഅൻ. വഅൻസല, അല്ലാഹു അൻസൽ, ഇറക്കിയിരിക്കുന്നു. മിനസ് സമാഇ, ആകാശത്തിൽ നിന്ന്. സമാ എന്നത് ആകാശം എന്ന അർത്ഥത്തിലും പറയാം, മുകളിൽ എന്ന അർത്ഥത്തിലും പറയാം. അപ്പോൾ മേഘത്തിൽ നിന്ന് എന്നാകാം, അതല്ലെങ്കിൽ മുകളിൽ നിന്ന് എന്നാകാം. ഈ പറഞ്ഞ അർത്ഥമൊക്കെ സമാഇനുണ്ട്. സമാ എന്നത് ആകാശത്തിന് മാത്രം പറയുന്നതല്ല, മുകളിൽ ഉള്ളതിനൊക്കെ സമാ എന്ന് പറയാം. ഉദാഹരണത്തിന് മൻ ഫിസ് സമാ,
അള്ളാഹു മുകളിലുള്ളവനാണ് എന്ന് പറയാൻ മൻഫിസ്സമ എന്നാണ് പറയാറുള്ളത്. ആകാശത്തിന്റെ ഉള്ളിലാണ് എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് ഉപരിയിലാണ് എന്നാണ്. വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അള്ളാഹു മഴ വെള്ളം ഇറക്കിയിരിക്കുന്നു. فأخرج به من الثمرات رزقا لكم. എന്നിട്ട്, അതായത് ആകാശത്ത് വെള്ളം ഇറക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ശേഷം അഖ്റജ്, പുറത്ത് എടുത്തു, പുറത്ത് കൊണ്ടുവന്നു. ഖറജ പുറത്തുപോയി, അഖ്റജ പുറത്താക്കി, അപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഫഅഖ്റജ ബിഹി, ബിയേഷ് ബേഷ് ബിമ, വെള്ളം കൊണ്ട്. മാ എന്ന് തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. ഫഅഖ്റജ ബിൽമ, ആ വെള്ളം കൊണ്ട് അള്ളാഹു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്ത്, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്ത്, വൈവിധ്യങ്ങളായ സമറാത്തുകൾ. സമറത്ത് എന്നതിന്റെ ബഹുവചനമാണ് സമറാത്ത്. സമറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലവർഗങ്ങൾ. അള്ളാഹു ആ മഴയിലൂടെ, വെള്ളത്തിലൂടെ ഫലവർഗങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? നോക്കൂ, രണ്ടാമതും അള്ളാഹു സുബ്ഹാനഹു തആല എന്തിനിത് ചെയ്തു എന്നത് ആവർത്തിച്ചു പറയാണ്. റിസ്ഖൻ, ഉപജീവനമായിക്കൊണ്ട്. ഇങ്ങനെയാണ് ചില സമയത്ത് ഒരു കാര്യം ഇന്നതിനു വേണ്ടി ചെയ്തു എന്ന് പ്രയോഗിക്കാൻ അറബിയിൽ ഇത്ര ചെയ്താൽ മതി. അതിന് നസ്ബ് ചെയ്യാനാണ് പറയാ. ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ നമുക്ക് നേർക്ക് നേരെ കാണാവുന്നത് ഫത്ഹ് കൊടുക്കുക, റിസ്ഖൻ. ഉദാഹരണത്തിന് ഞാൻ പറയാ, അഅതൈതുകൽ കിതാബ റഹ്മതൻ ബിക, നിനക്ക് ഞാൻ ഈ കിതാബ് തന്നിരിക്കുന്നു, റഹ്മതൻ ബിക, നിന്നോടുള്ള കാരുണ്യമായിക്കൊണ്ട്. അതേ പ്രയോഗം അവിടെ. അള്ളാഹു നിങ്ങൾക്ക് ആ മഴവെള്ളം കൊണ്ട് ഫലവർഗങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? റിസ്ഖൻ, ഉപജീവനമായിക്കൊണ്ട്. റിസ്ഖൻ ലക്കും, നോക്കൂ അവിടെ വീണ്ടും ആവർത്തിച്ചു, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉപജീവനമായിക്കൊണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞേക്കുന്നത് റിസ്ഖൻ ലക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാനും നിങ്ങളുടെ കന്നുകാലികൾക്ക് ഭക്ഷിക്കാനുമാണ്. നമുക്ക് തിന്നാന്നുള്ളതിനോടൊപ്പം നമുക്ക് എന്തുകൂടി ആവശ്യമുണ്ട്? നമ്മൾ വളർത്തുന്ന കന്നുകാലികളെ ഭക്ഷിപ്പിക്കുക എന്നുള്ള ആവശ്യമുണ്ട്. അപ്പൊ ഈ രണ്ട് അർത്ഥത്തിലും അത് റിസ്ക്കാണ്. فأخرج به من الثمرات رزقا لكم فلا تجعلوا. അവിടെ എന്തിനാ ഇത്രയും അള്ളാഹു പറഞ്ഞില്ലേ, ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നു. അതിനാൽ, ഇതൊക്കെ ഉണ്ടായിരിക്കെ എന്നിട്ടും എന്ന് പറയില്ല നമ്മള്, അതാ ഫല ലാ തജഅലു എന്നല്ല പറഞ്ഞ, ഫലാ തജഅലു, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു. എന്നിട്ട് ലാ തജഅലു, ലാ തജഅലു യേശ്, ലാ തജഅലു എന്ന് പറഞ്ഞാൽ എന്താ? ഏതാത് വസ്ന് ഫിഅലിന്റെ? നഹിയ. അഹ്സൻതും. ലാ തജഅലു, നിങ്ങൾ ആക്കരുത്. ഫലാ തജഅലു ലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് ആക്കരുത്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിക്കരുത്. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ. അൻദാദ് എന്നത് ഏതിന്റെ ബഹുവചനാണ്? നിദ് എന്നതിന്റെ ബഹുവചന. എന്താ നിദ് എന്ന് പറഞ്ഞാൽ? സമൻ, തുല്യൻ, സദൃശ്യമുള്ളവൻ, പകരക്കാരൻ, ഇതൊക്കെ നിദ് എന്ന് പറയാം. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരെ അല്ലെങ്കിൽ തുല്യരെ, സമന്മാരെ നിശ്ചയിക്കരുത്. വഅൻതും തഅലമൂൻ, വഅൻതും നിങ്ങൾക്കാകട്ടെ, തഅലമൂൻ നിങ്ങൾക്ക് ഈ കാര്യം അറിയുകയും ചെയ്യാം. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്നിരിക്കെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്. ഇതൊക്കെ ഈ ഇത്രയും നിഅമത്ത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ പറഞ്ഞതുപോലെ, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ തൗഹീദ് മനസ്സിലാക്കിയ ആളായിരുന്നു. ഖുറൈശികളോട് അദ്ദേഹം പറയുമായിരുന്നു, ഒരു ആടിനെയും മറ്റൊക്കെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അശ്ശാതു ഖലഖഹ അല്ലാഹ്, ആട് അതിനെ അള്ളാഹുവാണ് പടച്ചത്, അതിന് പാല് തന്നതും, അതിലൂടെ പാല് തന്നതും അതിന്റെ മാംസം തന്നതും ഒക്കെ അള്ളാഹുവാണ്.
എന്നിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു? വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നു. തന്നത് അള്ളാഹുവാണ് എന്നിരിക്കെ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു ദംബി അദം. ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസാണ്. ഏറ്റവും വലിയ തിന്മ ഏതാണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിലുള്ള പ്രയോഗമാണ് ഏറ്റവും വലിയ തിന്മ എന്താണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചത്. ശിർക്ക് എന്നല്ല അവിടുത്തെ പറഞ്ഞത്. പിന്നെന്താ അവിടുത്തെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നീ അള്ളാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിക്കലാണ്. എങ്ങനെ ആയിരിക്കെ? വഹുവ ഖലഖക, അവനാണ് നിന്നെ പഠിച്ചതെന്നിരിക്കെ. എന്നാൽ അള്ളാഹുവിന് പഠിച്ചത് എന്നിരിക്കെ നീ അള്ളാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിക്കില്ല. അപ്പൊ അത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണ് ഷിർക്ക് ഏറ്റവും ഗുരുതരമായ പാപമായതിന് പല കാരണങ്ങളുണ്ട്, ധാരാളം കാരണങ്ങൾ അതിനുണ്ട്. അതിലൊരു കാരണം ഷിർക്കിലേക്ക് നയിക്കുന്ന യാതൊരു ശഹ്വത്തും മനുഷ്യന്റെ ഹൃദയത്തിലില്ല. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കാരണമാകുന്ന പല ദേഹേച്ഛകളും ശരീരത്തിലുണ്ട്. സമ്പത്ത് മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും വഞ്ചനയിലൂടെ തട്ടിയെടുക്കാനും ആഗ്രഹം ജനിപ്പിക്കുന്ന പ്രേരണ മനസ്സിലുണ്ട്. ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാവുന്ന വിദ്വേഷവും ദേഷ്യവും അസൂയയും ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ വന്നേക്കാം. എന്നാൽ ശിർക്ക് ചെയ്യാൻ ഈ പറഞ്ഞ യാതൊരു ദേഹേച്ഛകളുമില്ല. എന്നിട്ടാണ് പോയി ശിർക്ക് ചെയ്യുന്നത്. നിന്റെ മനസ്സിൽ ആർക്കെങ്കിലും ഒരാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും അള്ളാഹുവിൽ പങ്കെടുക്കാതെ എനിക്ക് സ്വൈര്യം കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? യാതൊരു നിലക്കും മനസ്സ് അതിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യവും അള്ളാഹു മനസ്സിൽ വെച്ചിട്ടില്ല. എന്നിട്ടും അള്ളാഹുവിൽ പോയി പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ശിർക്കിന്റെ ഗൗരവം അധികരിപ്പിക്കുന്ന കാര്യമാണ്. പഠിച്ചത് അള്ളാഹുവാണ്, ഉപജീവനം നൽകിയ അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് തിരിച്ചറിവുണ്ടായിട്ട് അള്ളാഹുവിനെ ഒരാൾ മറക്കുകയും അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പങ്കാളികളെ നിശ്ചയിക്കുകയും ചെയ്യുക എന്നത് എത്ര ഗുരുതരമായ കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ശിർക്കിന്റെ ഗൗരവം പല കാരണങ്ങൾ പണ്ഡിതന്മാർ അതിന് പറട്ടെ എന്തുകൊണ്ട് ഇത് ഇത്ര ഗൗരവമുള്ളതായി. അല്ല, ഒരു കാരണം ഇതാണ്, ഇതിന് യാതൊരു ശഹ്വത്തും ഇല്ല. ശിർക്കിലേക്ക് നയിക്കുന്ന യാതൊരു ശഹ്വത്തും മനുഷ്യന്റെ മനസ്സിലില്ല. എന്നിട്ടൊരാൾ ഇതിലേക്ക് പോവാന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല, വളരെ ഗൗരവമുള്ള തിന്മയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ആയത്തിൽ ഖുർആൻ മുസ്ഹഫിൽ ആദ്യത്തെ അമർ കഴിഞ്ഞ ആയത്തിലാണ്, ആദ്യത്തെ നഹിയോ ഈ ആയത്തിലാണ്. ആദ്യത്തെ അമർ ഏതാ? അഅ്ബുദു റബ്ബക്കും. ആദ്യത്തെ നഹി ഏതാണ്? ഫലാ തജഅലു ലില്ലാഹി അൻദാദ. അപ്പൊ അമറും നഹിയും ഉണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇത് രണ്ടും കൂടി ചേർന്നതാണ്. ലാ ഇലാഹ അത് നഹിയാണ്, നീ ഒരു ഇലാഹിനെയും നിശ്ചയിക്കരുത്. ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ, അത് അമറാണ്. അത് അള്ളാഹുവിനെ നീ ഇബാദത്ത് ചെയ്യണം. ഇത് രണ്ടും ചേർന്നാലേ തൗഹീദാവുള്ളൂ. തൗഹീദിന്റെ രണ്ട് റുക്നുകളാണിത്, സ്തംഭങ്ങളാണിത്. ഇത് രണ്ടും ഇല്ലാതെ തൗഹീദ് ഒരിക്കലും ഉണ്ടാവില്ല. ഒരാൾ പറയാം ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അത് സഹീഹാണോ? അല്ല. എന്തുകൊണ്ടല്ല? അവൻ നഫി ചെയ്തിട്ടില്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അവൻ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ. ഓക്കെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളോ ആരാധിക്കപ്പെടട്ടെ, പെടാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് എന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹുവിന് പുറമെ അതൊന്ന് ശ്രദ്ധിക്കണം. അത് കുട്ടികളെ കളിക്കണ്ടാവും, കുട്ടികളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രം മതിയാവുന്നതല്ല, മറിച്ച് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവിടുത്തെ 5 ഇസ്ലാം കാര്യങ്ങൾ വിശദീകരിച്ച ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ കേട്ടില്ല ഹദീസ്? നല്ല ഹദീസിന് വേറെ റിവായത്തുണ്ട്. ആ ഹദീസിന്റെ മറ്റൊരു നിവേദനം ഇപ്രകാരമാണ്: ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ അലാ അൻ യുഅ്ബദല്ലാഹു വഹ്ദഹു വയുക്ഫറ ബിമാ ദൂനഹു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്യുക എന്നതിനു മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഹദീസിൽ എന്താ വന്നത്? ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഇത് നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ ഏത് ആയത്തുകളിലും നിങ്ങൾക്ക് ഇതില്ലാതെ കാണാൻ പറ്റില്ല.
നബിമാർ തങ്ങളുടെ ജനതയോട് പറഞ്ഞ വാക്കിൽ വരെ അതുണ്ട്. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്. അവിടെ നിർത്തിയോ? ഇല്ല. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅ്ബുദുല്ലാഹ്. അവിടെ നിർത്തിയോ? ഇല്ല. വജ്തനിബു ത്വാഗൂത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ലാ ഇലാഹ അവിടെ കഴിഞ്ഞോ? ഇല്ല. ഇല്ലാ അന ഫഅ്ബുദൂൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. ഇങ്ങനെ ഈ പറഞ്ഞ ഇസ്ബാത്തും, അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ള സ്ഥിരീകരിക്കലും അള്ളാഹുന് പുറമെ ആരാധിക്കപ്പെടുന്നവ നിഷേധിക്കലും ഒരുമിക്കുന്നതാണ് തൗഹീദ്. അത് ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠമാണ്. എന്താ ഇതിന്റെ തഫ്സീറിലുള്ളത് നോക്കൂ. റബ്ബക്കുമുല്ലദീ ജഅല ലക്കും. ആരാ പറയാ? റബ്ബക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ റബ്ബക്കും എന്ന് വായിച്ചത്, റബ്ബുക്കും എന്ന് പറയാതെ? അതായിരിക്കും അതിന്റെ കാരണം. സാധാരണ വായിക്കുമ്പോൾ നമ്മൾ വമ്മിലല്ലേ വായിച്ചു തുടങ്ങുക. ഇവിടെ എന്താ റബ്ബക്കും എന്ന് വായിച്ചത്? ആ ആരാ അത് കണ്ടെത്തുള്ളൂ? ഏ അല്ലല്ല. അഹ്സൻത. ഉഅ്ബുദൂ ആ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. നമ്മൾ മുന്നേ പഠിച്ചില്ലേ? ഫാഇല് മഫ്ഊല്. ഇത് ഏതാ ഇവിടെ? മഫ്ഊലാണ് അല്ലേ? ആരാധിക്കുക. ആരാ ആരാധിക്കുന്നത്? നിങ്ങൾ. അപ്പൊ ഫാഇൽ ആരാ? നിങ്ങളാണ്. അതായത് മനുഷ്യന്മാരാണ്. ആരാധിക്കപ്പെടുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് റബ്ബ എന്ന് പറഞ്ഞത്, റബ്ബു എന്ന് പറയാതെ. റബ്ബക്കും ഉഅ്ബുദു റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അങ്ങനെ അപ്പൊ ഒറ്റ ആ ഒരു ഫത്ഹ കൊണ്ട് അർത്ഥത്തിൽ വ്യത്യാസം വന്നു. റബ്ബക്കും എന്ന് പറഞ്ഞോണ്ട് റബ്ബുക്കും എന്ന് പറഞ്ഞാലോ അപ്പൊ അർത്ഥം മാറി. റബ്ബക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റബ്ബിനെ എന്നാണ്. റബ്ബുക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റബ്ബ് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് തമ്മിൽ വ്യത്യാസം. റബ്ബക്കുമുല്ലദീ ജഅല ലക്കുമുൽ അർദ ബിസാതൻ. അവൻ നിങ്ങൾക്ക് ഭൂമിയെ ബിസാതൻ വിരിപ്പാക്കിയിരിക്കുന്നു. ഫിറാഷിന്റെ വേറൊരു വാക്കാണത്. ലിതസ്ഹുല ഹയാതുക്കും അലൈഹ. എന്തിനാണ് അങ്ങനെ ആക്കിയത്? ലിതസ്ഹുല. തസ്ഹുല എളുപ്പമാകാൻ. എന്ത് എളുപ്പമാകാൻ? ഹയാതുക്കും നിങ്ങളുടെ ജീവിതം. അലൈഹ അലൈഷ് അലൽ അർദി. ഭൂമിക്കു മുകളിലുള്ള നിങ്ങളുടെ ജീവിതം എളുപ്പമാകുന്നതിനു വേണ്ടി ഭൂമിയെ വിരിപ്പാക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു. വിരിപ്പ് എന്താണ് എന്റെ ഉദ്ദേശം ഞാൻ മുന്നേ പറഞ്ഞല്ലോ അല്ലെ? വസ്സമാഅ മുഹ്കമതൽ ബിനാ. വസ്സമാഅ ആകാശത്ത് അല്ലാഹു ആക്കിയിരിക്കുന്നു മുഹ്കമത. മുഹ്കം എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ളത്, വളരെ കൃത്യതയോടുകൂടി പഠിച്ചത്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ അത് മഹ്കമ, ഇത് മുഹ്കം. മുഹ്കമതൽ ബിനാ. ഖുർആനിലെ ആയത്തുകളെ പറ്റി പറയാറില്ലേ? മുഹ്കം, മുതശാബിഹ്. മുഹ്കം എന്ന് പറഞ്ഞാൽ എന്താ? ഖണ്ഡിതമായത്. അങ്ങനെ അവ്യക്തതകളോ സാദൃശ്യമായ കാര്യങ്ങളൊന്നുമില്ല. കേട്ടാൽ ഇപ്പൊ തന്നെ അർത്ഥം മനസ്സിലാകും. മുത്ഷാബിഹോ, മുത്ഷാബിഹ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ അത് കേട്ടാൽ നേർക്ക് നേരെയുള്ള അർത്ഥമല്ലാതെ തെറ്റായ അർത്ഥം മനസ്സിലായേക്കാം. ആശയക്കുഴപ്പത്തിന് ചിലപ്പോൾ ചിലർക്ക് സാധ്യമാകും. ഖുർആനിൽ ആശയക്കുഴപ്പമുണ്ടോ? ഇല്ല. ആശയക്കുഴപ്പത്തിന്റെ സാധ്യത എവിടുന്ന് വരുന്നതാണ്? വ്യക്തിയുടെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. ഖുർആനിൽ ഉണ്ടാവില്ല. ആകാശത്ത് അല്ലാഹു നിർമ്മിച്ചു മുഹ്കമതൽ ബിനാ, കെട്ടുറപ്പുള്ള ഒരു മേൽക്കൂരയായി അള്ളാഹു അതിനെ നിശ്ചയിച്ചിരിക്കുന്നു. വഅൻസലൽ മതറ മിനസ് സഹാബി. വഅൻസല അല്ലാഹു ഇറക്കിയിരിക്കുന്നു അൽ മതറ, മതർ മഴ, മഴ. മിനസ് സഹാബി, സഹാബ് മേഘത്തിൽ നിന്ന്. ഫഅഖ്റജ ലക്കും എന്നിട്ട് അള്ളാഹു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ബിഹി ബിയേഷ് ബിൽമായി, ആ വെള്ളം കൊണ്ട് അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. മിൻ അൽവാനി സമറാത്ത്. അൽവാൻ, അൽവാൻ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ എന്നർത്ഥമുണ്ട്. ഇവിടെ അതല്ല, വ്യത്യസ്ത ഇനങ്ങൾ, അതാണ് അൽവാൻ. ഇവിടെ അൽവാൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അൽവാന്റെ നിറങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. മിൻ അൽവാനി സമറാത്ത്, വിവിധങ്ങളായ ഫലങ്ങളെ. ഈ വിവിധങ്ങൾ എന്നുള്ളത് അതിലുണ്ടത്. ഫഖ്റജ ബിഹി മിനസ് സമറാത്ത് എന്നാണില്ലേ? ആ മിൻ എന്ന വാക്കിൽ നിന്ന് വിവിധങ്ങൾ എന്നൊരു അർത്ഥം ലഭിക്കുന്നതാണ്. ഫഖ്റജ ബിഹി അസ്സമറാത്ത് എന്നല്ല പറഞ്ഞത്, മിനസ് സമറാത്ത്, അതായത് വിവിധങ്ങളായ പലതരത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്നു.
മിൻ അൽവാനി സമറാത്തി വ അൻവാഇൻ നബാത്തി. വ അൻവാഇൻ നബാത്ത്, അൻവാ ഇനങ്ങൾ, ഇനങ്ങൾ, തരങ്ങൾ. വ അൻവാഇൻ നബാത്ത്, നബാത്ത് നബാത്ത് എന്ന ചെടികൾ. നബത്ത എന്ന് പറഞ്ഞാൽ മുളച്ചു. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ഉപജീവനമായിക്കൊണ്ട്. ഫലാ തജ്അലൂ ലില്ലാഹി നുദറാഅ ഫിൽ ഇബാദ. ഫലാ തജ്അലൂ, അതിനാൽ നിങ്ങൾ നിശ്ചയിക്കരുത്, ലില്ലാഹി അല്ലാഹുവിന്, നുദറാഅ. നുദറാ ജംഉ നദീർ. നദീർ എന്നുള്ളതിന്റെ ബഹുവചന നുദറാ. നദീർ എന്ന് പറഞ്ഞാൽ ഒത്തവൻ, സമക്കാരൻ. അങ്ങനെ നിശ്ചയിക്കരുത്. ഫലാ തജ്അലൂ ലില്ലാഹി നുദറാഅ ഫിൽ ഇബാദ, ആരാധനയിൽ, ഇബാദത്തിൽ നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ, തുല്യരെ നിശ്ചയിക്കരുത്, സമന്മാരെ നിശ്ചയിക്കരുത്. ഇത് എല്ലാ അർത്ഥത്തിലുമുള്ള ശിർക്കിനെ നിരാകരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ തഫ്സീർ വായിച്ചതിന് ശേഷം പറയാം. വഅൻതും തഅലമൂന തഫറുദഹു ബിൽ ഖൽഖി വറസ്ഖി. വഅൻതും, നിങ്ങൾക്കാകട്ടെ, തഅലമൂൻ, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്ത് അറിയാം? അത് പല മുഫസ്സിരിക്ക് പല അഭിപ്രായം ഉണ്ട്. ഇവിടെ ഈ തഫ്സീർ സ്വീകരിച്ച അഭിപ്രായം എന്താ? വഅൻതും തഅലം, നിങ്ങൾക്കറിയാം, തഫറുദഹു ഐ തഫറുദ് അല്ലാഹി. തഫറുദ്, തഫറദ് എന്ന് പറഞ്ഞാൽ ഏകനായി, അള്ളാഹു ഏകനാണെന്നത് നിങ്ങൾക്കറിയാം. ഒറ്റ, ഫർദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹിനെ ഏകനാക്ക, ഒറ്റയാക്ക. അൻതും തഅലമു തഫറുദഹു, അള്ളാഹുവിന്റെ ഏകത്വം നിങ്ങൾക്കറിയാം. ഏത് കാര്യത്തിലുള്ള? ബിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ അള്ളാഹു ഏകനാണ്, അതായത് അള്ളാഹ് മാത്രമാണ് പടച്ചവൻ എന്ന കാര്യം നിങ്ങൾക്കറിയാം. അള്ളാഹുവാണ് ഇതിനെല്ലാം പടച്ചത്. ഈ കാണുന്ന വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരാളും പറയുന്നില്ല വിഗ്രഹമാണ് ഇതിനെ പടച്ചത് എന്ന്. പുണ്യാത്മാക്കളെയോ മഹത്തുക്കളെ ആരാധിക്കുന്നവർ അവരാരും പറയുന്നില്ല ഇതൊക്കെ പടച്ചത് ആരാണ്, പിന്നെ അവരുടെ ഈ പുണ്യാത്മാക്കളാണെന്ന് പറയുന്നില്ല. നസ്രാനികൾ ഈസാ നബിയെ ആരാധിക്കുന്നു, പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വരെ നിങ്ങൾക്ക് കാണാം പിതാവിന് താഴെയാണ് പുത്രന്റെ സ്ഥാനം. ഏതൊക്കെ എങ്ങനെയൊക്കെ ഇത് വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിച്ചാലും പിതാവിന് താഴെയാണ് പുത്രന്റെ സ്ഥാനം, അവരുടെ വിശദീകരണ പ്രകാരം തന്നെ. അതുകൊണ്ടാണ് അവരുടെ പുസ്തകങ്ങൾ പലയിടത്തും ഉള്ളത് അന്ത്യനാളുടെ സമയം ഒരാൾക്കുമല്ല, പുത്രന് തന്നെയും അറിയില്ല എന്ന് കാണാം. ബൈബിളിൽ തന്നെ ഉണ്ട്, ഇപ്പോഴും അത് ബൈബിളിലുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് യാതൊന്നും അറിയാത്തതായിട്ടില്ല. ഇവർ പറയുന്ന പ്രകാരം ഈസാ നബി ദൈവമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയണമായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ല. അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്തിൽ പങ്കാളികളെ നിശ്ചയിക്കരുത്. നിങ്ങൾക്കാകട്ടെ അള്ളാഹുവാണ് സൃഷ്ടിപ്പിൽ അവനാണ്, അവൻ മാത്രമാണ് സൃഷ്ടാവ് എന്ന് നിങ്ങൾക്കറിയാം. വറസ്ഖി, റസ്ഖ് ഉണ്ട്, റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഉപജീവനം, ഭക്ഷണം. റസ്ഖ് എന്ന് പറഞ്ഞാൽ ഫിഅലാണ്, അതായത് ഫിഅലിന്റെ മസ്ദറാണ്, അതായത് ഉപജീവനം നൽകൽ, അതാണ് റിസ്ക് എന്ന് പറയാം. റിസ്ക് എന്ന് പറഞ്ഞാലോ അതേപോലെ അറബിയിൽ പല വാക്കുകൾ. ഉദാഹരണത്തിന് വുദൂ, എന്താ? അത് പ്രവൃത്തിയാണ്, വുദൂ ചെയ്യൽ, അതിന്റെ പേരാണത്. ആ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള പേരാണ് വുദൂ എടുക്കുക എന്ന് നമ്മൾ പറയാം. വദൂ എന്ന് പറഞ്ഞാലോ വുദൂ എടുക്കാനുള്ള വെള്ളമാണ്. വുദൂ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്, പക്ഷെ വദൂ എന്ന് പറഞ്ഞാൽ വുദൂ എടുക്കാനുള്ള വെള്ളമാണ്. ഒരു ചെറിയ വ്യത്യാസം അവിടെ വന്നിട്ടില്ല, ഒക്കെ എഴുത്തൊക്കെ ഒരേപോലെ തന്നെ, പക്ഷെ ടച്ചും ദമ്മും മാത്രമേ മാറിയിട്ടുള്ളൂ. അതേപോലെ അത്താഴത്തിന് എന്താ പറയാ? അപ്പൊ ഇതേപോലെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്താഴ ഭക്ഷണത്തിന് എന്തായിരിക്കും പറയാ? സഹൂർന്നായിരിക്കും, വദൂ പോലെ. അത്താഴം കഴിക്കുന്നതിന് എന്താ പറയാ? സുഹൂർന്നായിരിക്കും, വുദൂ പോലെ. കണ്ടില്ലേ, ഒരേപോലെ ഇരിക്കുന്നത്. വസ്തിഹ്ഖാഖുൽ ഉബൂദിയ്യ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ. ഉബൂദിയ്യത്ത് എന്നാൽ അള്ളാഹുവിന് മാത്രമാണ് ആരാധിക്കപ്പെടാനുള്ള അർഹതയുള്ളത് എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു ശിർക്കിനെ നിരോധിച്ചിരിക്കുകയാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്.
ഈ പങ്കാളികളെ നിശ്ചയിക്കുക എന്നത് രണ്ട് രൂപത്തിലാണ്. അതിനാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. എങ്ങനെ പങ്കാളികളെ നിശ്ചയിക്കുന്നതിന് എന്താ പറയാ? അറബിയിൽ ഷിർക്ക് എന്ന് പറയും. അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കുന്നതിന് എന്താ പറയാ? ഷിർക്ക് എന്ന് പറയും. ഷിർക്ക് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷിർക്കുൻ അക്ബർ, രണ്ട് ഷിർക്കുൻ അസ്ഗർ. ഒന്ന് വലിയ ഷിർക്ക്, രണ്ട് ചെറിയ ഷിർക്ക്. വലിയ ഷിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ചെയ്താൽ അതോടുകൂടി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതുപോലെ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ ഒരു കാര്യം അവൻ സൃഷ്ടികൾക്ക് നൽകിയാൽ അവൻ അതോടുകൂടി കാഫിറായി. ഇതാണ് ഷിർക്കുൻ അക്ബർ. അത് ഈ പറഞ്ഞ ആയത്തിൽ ഉൾപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തേത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്ക്. ചെറിയ ഷിർക്ക് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഷിർക്കുൽ അഖ്വാലി വൽ അഫ്ആൽ, വാക്കുകളിലും പ്രവൃത്തികളിലും സംഭവിക്കുന്ന ചെറിയ ഷിർക്ക്. അത് ഈ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബിമാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വാക്കിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തിയിൽ സംഭവിക്കുന്ന ചെറിയ ഷിർക്കിന് ഉദാഹരണമാണ് ഉർക്ക് കെട്ടുക, ഏലസ് കെട്ടുക പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പ്രവൃത്തിയിൽ സംഭവിക്കുന്ന ചെറിയ ഷിർക്കാണ്. ഈ പറഞ്ഞ ഒരു ഉർക്ക് കെട്ടുക, എന്നിട്ട് അതുകൊണ്ട് അള്ളാഹു എന്നെ സഹായിക്കും, എൻ്റെ ഉപദ്രവങ്ങൾ തടുക്കും, കണ്ണീർ തട്ടാതിരിക്കും, സിഹ്ർ വരാതിരിക്കും, ഉർക്ക് കെട്ടിയത് കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. ആരെങ്കിലും ഉർക്ക് കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കണം. ആ ഷിർക്ക് ഏതാ? ചെറിയ ഷിർക്കാണ്. അത് ഷിർക്കുൻ അസ്ഗറാണ്. എന്നാൽ ഈ ഉർക്കാണ് എന്നെ സഹായിക്കുന്നത് എന്നൊരാൾ വിശ്വസിച്ചാലോ അത് ഷിർക്കുൻ അക്ബറാണ്, വലിയ ഷിർക്കാണ്, ഇസ്ലാമിൽ പുറത്തു പോകും. ഈ ഉർക്ക് മുഖേന അള്ളാഹു എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലോ അത് ചെറിയ ഷിർക്കാണ്. കാരണം അള്ളാഹ് നിശ്ചയിക്കാത്ത ഒരു കാരണം അവൻ നിശ്ചയിക്കുകയും അവന്റെ ഹൃദയം ഇതിനോട് ബന്ധിക്കപ്പെടാനുള്ള സാധ്യത അവൻ തുറന്നു വെക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇത് ചെറിയ ഷിർക്കാവുന്ന കാരണം. അതുപോലെ ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ് ഷിർക്കുൻ ഫിൽ അഖ്വാൽ, വാക്കുകളിൽ ഉണ്ടാകുന്ന ഷിർക്ക്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക്. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശപഥം ചെയ്താൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. എന്തുകൊണ്ടത് ഷിർക്കുൻ അസ്ഗറാവുന്നത്? അവന് ഒരാൾ ശപഥം ചെയ്യാന്നുള്ളത് അവന്റെ വാക്കുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ട വാക്കുകളിൽ ഒന്നാണ്. അതിന് അവൻ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നത് അവരോടുള്ള അവന്റെ ഹൃദയബന്ധത്തിന്റെ സൂചനയാണ്. അത് അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ വരുത്തുന്ന കുറവിലേക്കാണ് നയിക്കുക. അതുകൊണ്ടാണ് അത് ഷിർക്കുൻ അസ്ഗറായത്. എന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഒരാൾ അല്ലാത്ത പേര് സത്യം ചെയ്താൽ, വാപ്പാണ് സത്യം, ഉമ്മാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇല്ല. അതുപോലെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞ കാണാം, ഈ പറഞ്ഞ ഷിർക്കിൽപ്പെട്ടതാണ് ഒരാൾ പറയണം, എൻ്റെ വീട്ടിലെ ഈ നായ ഇല്ലായിരുന്നെങ്കിൽ വീട്ടിൽ കള്ളൻ കയറുമായിരുന്നു എന്ന് പറയൽ. വാക്കുകളിൽ സംഭവിക്കുന്ന ഷിർക്കാണത്. എൻ്റെ വീട്ടിൽ ഈ നായ ഇല്ലായിരുന്നെങ്കിൽ കള്ളൻ കയറുമായിരുന്നു. ഷിർക്കുൻ ഫിൽ അഖ്വാലാണ്, വാക്കിൽ സംഭവിക്കാൻ അള്ളാഹനെ മറന്നുകൊണ്ടുള്ള വാക്കാണ്. അതുപോലെ ഇന്ന് ചില ആളുകൾ പറയുന്ന പോലെ, എൻ്റെ ഈ ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം എന്താ? അള്ളാഹുവിനെ മറന്നുകൊണ്ട് സംസാരിക്കാനല്ല. എൻ്റെ ജോലി ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ ശമ്പളം ഇല്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം സൃഷ്ടികളിലേക്ക് ചേർത്തുന്നത് പോലെയുള്ള സംസാരം. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിനെ നിഷേധിക്കുക എന്നതല്ല. സംസാരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ എടുത്തു നൽകിയിട്ടുണ്ട്. അപ്പോ ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, രണ്ട് ഇനങ്ങൾ. ഷിർക്കുൻ അസ്ഗർ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷിർക്കുൽ അഖ്വാലി വൽ അഫ്ആൽ, വാക്കുകളിലും പ്രവൃത്തിയിലും സംഭവിക്കുന്ന ഷിർക്ക്. രണ്ട് ഷിർക്കുൻ ഖഫി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ഭയക്കുന്നത് ചെറിയ ഷിർക്കാണ്. അതല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു അശ്ശിർക്കുൽ ഖഫി, അശ്ശിർക്കു അഖ്ഫ അലൈക്കും മിൻ ദബീബിൻ നംലത്തി സൗദാ അല സഖറത്തി സമ്മാ ഫിൽ ലൈലത്തി ളൾമാ. ചെറിയ ഷിർക്ക് എന്നത് കട്ട പിടിച്ച ഇരുട്ടുള്ള ഒരു രാത്രിയിൽ കറുത്ത പാറക്കു മുകളിൽ ഒരു കറുത്ത ഉറുമ്പിന്റെ കാൽപ്പാടുകൾ
എത്ര സൂക്ഷ്മമാണോ അതുപോലെ സൂക്ഷ്മമാണ്. അത് ശിർക്കുൻ ഖഫിയാണ്. അതാണ് റിയാ, ലോകമാന്യം, സുമഅത്ത്, ആളുകൾ കേൾക്കാനുള്ള ആഗ്രഹം, നിന്റെ ഇബാദത്തുകൾ. അതുപോലെ തന്നെ ആളുകൾ നിന്നെ പറ്റി നല്ലത് പറയാനുള്ള കൊതി. അതുപോലെ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. ഈ പറഞ്ഞതൊക്കെ ഒരാളിൽ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്നതാണെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. എന്നാൽ ഒരാളുടെ ഇബാദത്ത് മൊത്തം ഇങ്ങനെ തന്നെ ആണെങ്കിലോ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഇതാണെങ്കിലോ, അത് ശിർക്കുൻ അക്ബറാണ്, ശിർക്കുൻ അസ്ഗർ അല്ല. എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ ആണെങ്കിൽ അത് ശിർക്കുൻ അക്ബറിലേക്ക് എത്തും, ശിർക്കുൻ അസ്ഗറിൽ ഒതുങ്ങി നിൽക്കില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മുഅ്മിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എല്ലാ സമയത്തും റിയായിലാവില്ല. ഈ ഇടക്ക് കയറി വരും, അത് അവൻ പരമാവധി പരിശ്രമിക്കും, ചിലപ്പോൾ അതിൽ വീണു പോകും. പക്ഷെ എല്ലാ ഇബാദത്തും അവനൊരാളില്ലെങ്കിൽ ഒന്നും ചെയ്യൂല, നിസ്കരിക്കൂല, ഖലാസ് അവന്റെ കഥ അങ്ങനെ ആവും. അങ്ങനെ ആയാൽ അവൻ ഷിർക്കുൻ അക്ബറിലാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഷിർക്കുൻ ഖഫി എന്ന് പറയുന്ന ഈ രൂപം, അത് മനുഷ്യർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രമേണയായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് കടുത്ത മുജാഹദത്ത്. എനിക്ക് തോന്നുന്നു, അള്ളാഹു അലം, സലഫുകളുടെ വാക്ക് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന അമലിനേക്കാൾ പ്രയാസമുള്ളതായി അവർ ഗണിച്ചിരുന്നത് ഇതിന്ന് രക്ഷപ്പെടലാണ്. അതുകൊണ്ടാണ് സലഫുകൾ സഹാബികൾ കേട്ടപ്പോൾ അവർ പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ശിർക്കിന്റെ അവസ്ഥയെങ്കിൽ, ഇത്ര സൂക്ഷ്മമായ സ്ഥിതിയിലാണ് ശിർക്കെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അവിടുന്ന് പറഞ്ഞു, ഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അലം. ഈ ദുആ നിങ്ങൾ സ്ഥിരമാക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാണ്. അള്ളാഹു അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുചേർക്കുന്ന ഞാൻ രക്ഷ ചോദിക്കുന്നു, അറിയാതെ പറ്റിപ്പോയതിൽ ഞാനോട് ക്ഷമ ചോദിക്കുന്നു, ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഇത് സഹോദരങ്ങളെ, ഇത് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇതിന്റെ ബാബുകൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ ആൾക്കാർ ചിലപ്പോൾ നിരാശരായി പോകും. കാരണം അതിന് മാത്രം രൂപങ്ങളുണ്ട് തന്നെ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കണം, ആ ബഹറുൽ ലാ സായില ലഹു, കരയില്ലാത്ത കടൽ പോലെയാണ് ഷിർക്കുൻ അസ്ഗറിന്റെ രൂപങ്ങൾ, ഷിർക്കുൻ ഖഫീന്റെ രൂപങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു രൂപം, അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ ചിലപ്പോൾ രാത്രി ഇരുട്ടിൽ പോയി ഒരാളും കാണാതെ രാത്രി നിസ്കാരം നിർവഹിക്കും. രാവിലെ പുറത്തിറങ്ങിയാൽ തന്നെ കണ്ട ആളുകൾ ചിരിച്ചില്ലെങ്കിൽ, സലാം പറഞ്ഞില്ലെങ്കിൽ അവൻ ചിന്തിക്കും, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് എന്നോടൊരു പരിഗണനയില്ല. ഇത് ശിർക്കാൻ, ശിർക്കുൻ ഖഫീൽപ്പെട്ടതാണ്. നോക്കൂ, അവൻ ചെയ്ത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അവൻ ആൾക്കാർ പരിഗണിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ ഇത് എങ്ങനെ കയറി വരുന്ന ആലോചിച്ച് നോക്കുക. ഇത് അള്ളാഹുവിനെ മാത്രം, ഇത് സുബ്ഹാനല്ലാഹ് ക്രമേണ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം നിശ്ചയിച്ച് ഇനി മുതൽ അങ്ങനെയല്ല. ഇത് കഠിനമായ മുജാഹദത്ത് ആവശ്യമുള്ള, എപ്പോഴും ഹൃദയത്തെ സ്വയം പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ട നിസ്കാരത്തിൽ മറ്റും. ഇപ്പൊ നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരത്തിൽ കയറിയാൽ എന്ന് മനസ്സിലാവും, നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ. നീ നിന്റെ നിസ്കാരത്തിലേക്ക് കയറി, ഒരാളടുത്ത് വന്നിരുന്നു, നീ നിസ്കാരം ഭംഗിയാക്കി, അപ്പോ നിനക്കത് മനസ്സിലായി, ഞാൻ ചെയ്തത് ശരിയല്ല, നീ അത് തിരുത്തി നിന്റെ ഹൃദയത്തിൽ. ഇല്ല, അയാൾ കാണാതിരിക്കുക, പരലോകത്ത് അയാൾ എന്നെ സഹായിക്കാനൊന്നും പോകണില്ല, ഞാനിത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് നീ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. ശൈത്താൻ അത് വേറെ കോലത്തിൽ കൊണ്ടിടും. അവൻ പറയും, എത്ര ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും, അവർക്ക് ഈ പറഞ്ഞ വല്ല ചിന്ത ഉണ്ടാവോ? നീ നോക്ക്, കണ്ടാ നിന്റെ നീയത്ത് നീ ശരിയാക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവോ? അത് വേറെ രൂപമാണ്. നീ അത് പരിഹരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ പറയും, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം അറിവുള്ള ആൾക്കാർ വേറെ ഉണ്ടാവോ? നീ ഇപ്പൊ ഇതൊക്കെ ചിന്തിച്ചില്ല, സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്നെ പിടിക്കാൻ പറ്റില്ല, അവിടെയും നീ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഇത്രയും അറിവുള്ള, ഇത്രയും സൂക്ഷ്മമായി ഹൃദയം പരിശോധിക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ? ഇനി ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇതിനപ്പുറത്ത് വേറെ ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത്, മാ ആലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എന്റെ നീയത്തിനോളം പ്രയാസമുള്ളൊരു രോഗം ഞാൻ വേറെ ചികിത്സിച്ചിട്ടില്ല. അത് ഞാൻ ഒരു രൂപത്തിൽ ചികിത്സിച്ചില്ലാതെയാക്കിയാൽ വേറൊരു നിറത്തിൽ അപ്പുറത്ത് പ്രത്യക്ഷപ്പെടും. പക്ഷെ ഇത് സഹോദര, ഇതിലുള്ള ജിഹാദ് വലിയ ജിഹാദാണ്, വലിയ പ്രതിഫലമുള്ള ജിഹാദാണ്. ഇഖ്ലാസിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. ഇത് അവസാനം ഒരാൾക്ക് അതിൽ അയാൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ എന്താ അള്ളാഹു പറഞ്ഞു? നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഖുർആനിലെ ആയത്തുകളിൽ ഒന്നാണ് അള്ളാഹു പറഞ്ഞതുപോലെ, വല്ലദീന ജാഹദു ഫീന
ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ശ്രമിച്ചാൽ അവർക്ക് നാം വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ചാൽ വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇഖ്ലാസിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ശ്രമിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? വഴി തുറന്നുതരും. ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്, ഒരു മനുഷ്യൻ ഇഖ്ലാസിന്റെ കാര്യം ശ്രദ്ധിക്കുകയും അത് എപ്പോഴും പരിഹരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത് അവസാനം അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ അറിയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇഖ്ലാസ് ഇല്ലാതെ ഒരു അമൽ ചെയ്യുക എന്നത് അവന് പ്രയാസാകും. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഒരു അമൽ ചെയ്യാന്നുള്ളത് അവന് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും, ശീലായി കഴിഞ്ഞാൽ. എന്നാൽ ഇത് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുക എന്താന്ന് വെച്ചാൽ, കുറച്ചു കാലം യുദ്ധം ചെയ്യും, പിന്നെ അവൻ യുദ്ധത്തിൽ വാളൊക്കെ താഴ്ത്തി വെച്ച് എങ്ങനെയും നിസ്കരിച്ച് തീർന്നിട്ടിയാൽ മതി, ഇതും ചിന്തിച്ച് നിന്നാൽ നിസ്കാരം നടക്കില്ല എന്ന് വിചാരിച്ചവനത് അവസാനിപ്പിക്കും. അത് നിർത്തരുത്. ഈ പോരാട്ടം ഹൃദയത്തിൽ എപ്പോഴും നിലനിർത്തേണ്ടതാണ്. ഇഖ്ലാസ്, ഹൃദയം ശുദ്ധീകരിക്കാനുള്ള ഇഖ്ലാസ്, അവനവനെ തിരുത്തുക, അവനവന്റെ കുറ്റങ്ങൾ കണ്ടെത്തുക, കുറവ് കണ്ടെത്തുക. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും എളുപ്പമാണ്. മാത്രമല്ല, മറ്റുള്ളവരുടെ ഇബാദത്ത് കണ്ടാൽ തന്നെയും അതിലെ നീയത്തിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. ചില മുൻഗാമികൾ ചിലർ പറഞ്ഞേക്കാണ്, ഒരിക്കൽ ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത്, മസ്ജിദിൽ ചെന്ന സമയത്ത് ഒരാൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു, അയാൾ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അദ്ദേഹം പറയാം, പിന്നീട് എനിക്ക് മാസങ്ങളോളം രാത്രി നിസ്കാരത്തിലേക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല. വേറെ ആൾ നിസ്കരിക്കുമ്പോൾ അയാളെ നീയത്തിനെ കുറിച്ച് നമ്മൾ വളരെ ചിന്തിക്കുന്ന ആളായിരിക്കും. നമ്മളെ നീയത്ത് എന്താണ്, അതിനെക്കുറിച്ച് നമ്മുടെ ചിന്ത വളരെ കുറവായിരിക്കും. ഈ ആയത്തിൽ ശിർക്ക് അതിൻ്റെ എല്ലാ രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിരിക്കുന്നു. കേവലം ഷിർക്കുൻ അക്ബർ മാത്രമല്ല, മറിച്ച് ഷിർക്കുൻ അസ്ഗറും ഈ ആയത്തിൽ അള്ളാഹു വിലക്കിയിരിക്കുന്നു. അതൊരു ഭാഗം. മറ്റൊരു കാര്യം, ഈ ആയത്തിലുള്ള ഒരു പാഠം നോക്കൂ നിങ്ങൾ. ഈ പൊതുവെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ അറിയാൻ വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള വഴികളിൽ ഒന്നാണ് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണോടിക്കാൻ പറയാനുള്ളത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ഈ ആയത്തുള്ള വല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഖറജ ബിഹി മിനസ് സമറാത്ത്. പല ആയത്തുകളിൽ നിങ്ങൾക്കിത് കാണാം, ധാരാളം ആയത്തുകൾ ഇത് കാണാം. പ്രപഞ്ചത്തിലേക്ക് നോക്കുക, അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിയണം. ഈ ആയത്തിൽ അതുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴികളിൽ ഒന്നാണത്. എന്നാൽ ഇതിന്റെ നേരെ വിപരീത ദിശയിലുള്ള ഒരു തിരിച്ചറിവുണ്ട്. സൃഷ്ടികളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന വഴിയാണത്. അള്ളാഹുവിനെ അറിയുന്നതിലൂടെ സൃഷ്ടികളെ മനസ്സിലാക്കാൻ സാധിക്കാനുള്ളതാണ്. പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് സാധിക്കാനുള്ളതാണ്. ഈ പറഞ്ഞത് പൊതുവെ സാധാരണക്കാർക്കൊക്കെ കഴിയുന്നതാണ്. പ്രപഞ്ചം, ആകാശം നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അത് പടച്ച റബ്ബ് എത്ര വലുപ്പമുള്ളവനായിരിക്കും. ഭൂമിയെ കണ്ടാൽ, മനുഷ്യർ എന്തിലും ആയത്തുണ്ട്, എന്തിലും ദൃഷ്ടാന്തമുണ്ട്. ഒരു ഉറുമ്പിനെ കുറച്ചു നേരം നോക്കിയിരുന്നാൽ വരെ നമുക്ക് പാഠമുണ്ട്. എന്നാൽ ഇതിന് നേരെ തിരിച്ചുള്ള വശമുണ്ട്. ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആദ്യമായി വഹി ലഭിച്ച് അവിടുന്ന് പേടിച്ച് വിറച്ച് ജമ്മിലൂനി ജമ്മിലൂനി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്നു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞത് ഇതിനൊരു ഉദാഹരണമാണ്. അവർ പറഞ്ഞു, കല്ലാ വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദൻ. നബിയെ, അള്ളാഹ് തന്നെ സത്യം, അള്ളാഹു ഒരിക്കലും താങ്കൾ അപമാനിതനാക്കുകയില്ല. ഇന്നക ലതസിലു റഹിം വതഹ്മിലുൽ കൽ വതഖ്റി الضيف. നബിയെ, താങ്കൾ ദരിദ്രരെ സഹായിക്കുന്നു, പിന്നെ അതിഥിയെ ആദരിക്കുന്നു. എന്നവിടുന്ന് നബിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതുപോലെ തന്നെ ഭാരമുള്ളവന്റെ ഭാരം ഇറക്കി വെച്ചു കൊടുക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു. ഖദീജ ബീവി മനസ്സിലാക്കിയത്, അങ്ങനെ ഉള്ള ഒരാളെ ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല, അപമാനിക്കുകയില്ല.
നമുക്ക് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ പ്രപഞ്ചത്തെ വിലയിരുത്തുന്നത്, ഭൂമിയിലെ നടപടിക്രമങ്ങളെ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഇങ്ങനെയുള്ളവനാണ്, അവനൊരിക്കലും ഇപ്രകാരം ചെയ്യില്ല. നോക്കൂ, ഇത് നേരെ തിരിച്ചറിവിന്റെ നേരെ വിപരീത ദിശയിലുള്ള വഴിയാണ്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, അത് മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഹദീസുകൾ ചിലതൊക്കെ വന്നതുപോലെ അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്, അവർ ചിലത് പറഞ്ഞാൽ അത് അള്ളാഹു നടപ്പിലാക്കുന്നതാണ് എന്ന് പറഞ്ഞു. അവർക്ക് അറിയാം അള്ളാഹുവിന്റെ പ്രവൃത്തികളെ കുറിച്ച്, അവർക്ക് അവനെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അത് സൂഫികൾ പറയുന്ന അവസ്ഥയല്ല. ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ധിക്കാരം പറയുന്ന അവസ്ഥയല്ല. സാന്ദർഭികം ഞാൻ പറയാം സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ആളുകൾ ചിലർ പറയാറുള്ളത് സലഫി അഖീദ അല്ലെങ്കിൽ സലഫി മാർഗം എന്ന് വരണ്ട മാർഗമാണ്. ഇതിൽ ഒരു ഉണങ്ങിയ വിരലപ്പ് അനക്കണം, കാലവിടെ വെക്കണം, കൈ എങ്ങനെ നടക്കണം അല്ല. സലഫി അഖീദ ഉള്ളും പുറവും നന്നാക്കുന്നതാണ്. പുറം കൃത്യമാക്കുന്നത് പോലെ അതിന് ഉള്ളു കൃത്യമാക്കാനുള്ള വഴികളുമുണ്ട്. അത് സലഫുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഈ സൂഫികൾ കണ്ടെത്തിയ മാർഗങ്ങളിലല്ല ഉള്ളത്, സലഫിന്റെ രീതിയിലാണുള്ളത്. ഉള്ളു ശുദ്ധീകരിക്കാനുള്ള വഴികൾ സലഫിന്റെ മാർഗത്തിലുള്ളത്, ഒരിടത്തല്ല. സൂഫികൾ ഉണ്ടാക്കിയ വഴിയിലല്ല. അവരുണ്ടാക്കിയ മാർഗങ്ങൾ അതിൽ ചിലത് വളരെ അതിരി കവിഞ്ഞ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ശൈത്താൻ അവനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് അത് ആളുകളെ നയിക്കുക. രണ്ട് വഴികളുണ്ട്. ഈ ആയത്ത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞ പോലെ ഈ ആയത്ത് പലരും അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവായി അഹ്ലുസുന്ന സ്വീകരിച്ച രീതിക്ക് തെളിവാക്കിയ ആയത്താണ്. ആകാശം ഇങ്ങനെ ആക്കിയിരിക്കുന്നു, ഭൂമി ഇങ്ങനെ ആക്കിയിരിക്കുന്നു. അതായത് അവർ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി സംവിധാനിക്കപ്പെട്ടു എന്നത് അള്ളാഹുണ്ട് എന്നതിന് തെളിവാണ്. ഇത് വെറുതെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇതിങ്ങനെ കൃത്യതയൊന്നുമില്ല. ഒരു സാധനം, ഒരു 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 പരന്ന ഒരു പ്രദേശമുണ്ട് എങ്കിൽ തന്നെയും അത് അള്ളാഹുണ്ട് എന്നത് തെളിവാകുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. വെറുതെ ഒരു ഭൂമി അങ്ങനെ കിടക്കുന്നു എന്നായിരുന്നെങ്കിൽ തന്നെയും ഇത് ഉണ്ടാക്കിയ ഒരുവനുണ്ട് എന്നതിനത് തെളിവാകുമായിരുന്നു. പക്ഷേ അതിനു പുറമെ എന്ത് ചെയ്തിരിക്കുന്നു? ഭൂമി എന്ത് ചെയ്തിരിക്കുന്നു? കൃത്യമായിട്ട് സംവിധാനിച്ചിരിക്കുന്നു. ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഇതിനു പിറകിലുള്ള സങ്കീർണതകൾ ഇതിനു മാത്രമുണ്ട്. ഇത്രയും സങ്കീർണത ഒരിക്കലും സ്വാഭാവികമായി വെറുതെ ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞ? അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു, ഇതൊരു ഉദാഹരണമായിട്ട് അവർ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു കാട്ടിലേക്ക് വന്നു നേരിക്കുക, ഒരു വലിയ കാട്. അങ്ങനെ ആ കാട്ടിലേക്ക് അയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ അയാള് പിന്നെ ഒരു പാത്രത്തിൽ നല്ല ഭക്ഷണം തയ്യാറാക്കി വെച്ചത് കണ്ടു. നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനും ബുദ്ധിയുടെ ഒരു കണികയുള്ള ഒരാൾ പോലും ചിന്തിക്കുകയില്ല, ഇതൊരു വലിയ കാടാണല്ലോ, ഇവിടെ അരിയുണ്ട്, ഇവിടെ വിറകുണ്ടാവുന്ന മരമുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മൃഗം നടന്നു പോകുമ്പോൾ കുറെ ധാന്യം തട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എത്തി, ഏതോ കുറെ വിറകുകൾ അതിൻ്റെ അടുത്ത് വന്ന് നിന്ന് അതങ്ങനെ കത്തിപ്പിടിച്ചപ്പോൾ കുറെ മുളകൊക്കെ വീണ് മല്ലിയൊക്കെ വീണ് ഒരു ബിരിയാണി ഉണ്ടായിപ്പോയതായിരിക്കാം എന്ന് ഒരു കാരണവശാൽ ബുദ്ധിയുടെ ഒരു കണികയുള്ള ഒരു മനുഷ്യൻ പോലും ചിന്തിക്കില്ല. ആലോചിച്ച് നോക്കൂ, എത്ര എളുപ്പമാണത്. കാരണം എന്താണ്? പറയുമ്പോ ഈ പറഞ്ഞത് ഉണ്ടാവാനുള്ള എല്ലാ സാധനവും അവിടെ ഉണ്ട്, ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടാകാനുള്ള എല്ലാ സാധനവും അവിടെ ഉണ്ട്. പക്ഷെ ഇത്രയും സങ്കീർണത ഒരിക്കലും സ്വാഭാവികമായി ഉണ്ടാവുകയില്ല എന്നത് വലിയ ബുദ്ധിയൊന്നും അതിന് ആവശ്യമില്ല. എന്നിരിക്കെ നിങ്ങൾ പ്രപഞ്ചത്തിലെ സങ്കീർണതകൾ നോക്കൂ. ഒരു ഒരു ഭക്ഷണം, ഒരു ബിരിയാണി ഒന്നും വേണ്ട, ഒരു വെറുംചോറ് ഉണ്ടാവുന്നതിലുള്ള സങ്കീർണത പോലെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ളം കാണാൻ കത്തിക്കണം. നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം എടുത്തു നോക്കൂ, അതിലുള്ള സൂക്ഷ്മമായ സങ്കീർണതകൾ എങ്ങനെയാണ് ആകാശഭൂമികളെ പഠിച്ച റബ്ബുണ്ട് എന്ന് തെളിയിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് ഒരാൾക്കത് നിഷേധിക്കാൻ പറ്റുക?
അല്ലാഹു മുസ്തആൻ. ഇതാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. وهذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.